നമസ്കാരം. മുഖ്യമന്ത്രിയും കുടുംബവും അങ്ങ് സുഖവാസത്തിന് പോയല്ലോ. പക്ഷേ മുഖ്യമന്ത്രിയുടെ സുഖവാസം കമ്മ്യൂണിസ്റ്റിൻ്റെ കൂട്ടക്കുരുത് നടന്ന മണ്ണിലാണ് എന്ന് ഈ പാവപ്പെട്ട മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ? അതായത് ജനറൽ സുഹാർത്തോയെ അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പിണറായി ഇവരെയൊക്കെ അറിയുന്നുണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുഖവാസ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? രാജ്യത്ത് തന്നെ ഒരു തരി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതമാണ് ഇപ്പോൾ സുഖവാസത്തിന് പോയത്. കമ്മ്യൂണിസ്റ്റ് കൂട്ടക്കൊല നടന്ന രാജ്യത്താണ്. കൂട്ടക്കൊലയിലൂടെ കമ്മ്യൂണിസ്റ്റുകളെ ഉന്മൂലനം ചെയ്ത രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. അത് പറയാതിരിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്തോനേഷ്യ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്തോനേഷ്യയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അത്. 1965 പാർട്ടിയുടെ ഉന്മൂലനത്തിനും തൊട്ടടുത്ത വർഷത്തെ നിരോധനത്തിനും അതിനു മുമ്പുള്ള കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണേതര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അത് എന്ന് പറയപ്പെടുന്ന ഇന്തോനേഷ്യയിൽ 1955 തിരഞ്ഞെടുപ്പിൽ ഏകദേശം 2 ദശലക്ഷത്തോളം അംഗങ്ങളുണ്ടായിരുന്ന പാർട്ടിക്ക് ദേശീയ വോട്ടുകളുടെ 16% നേടാനായി. രാജ്യത്ത് പരസ്യമായി പ്രവർത്തിച്ചിരുന്ന നിയമവിധേയമായിട്ടുള്ള പാർട്ടിയായിരുന്നു അത്. രാഷ്ട്രത്തലവനായിരുന്ന സുകാർണോ സൈന്യത്തെയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആശ്രയിച്ചായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. സൈന്യം കമ്മ്യൂണിസ്റ്റുകാരുടെ വളർച്ചയിൽ ആശങ്ക അറിയിച്ചുവെങ്കിലും സുകാർണോ ചെവിക്കൊണ്ടില്ല എന്നതാണ്. പാർട്ടിയെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളെ നിരോധിക്കുകയും ഒപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ദേശീയ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. സുകാർണോ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിൽ വരുവാനുള്ള വഴിയൊരുക്കുന്നതായി വിമർശനവുമുണ്ടായി. 14 വർഷം സർക്കാരിൻ്റെ സ്വാധീന ശക്തിയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്നത്. 1965 ഒക്ടോബർ 1 പുലർച്ചെ ഒരു കൂട്ടം സൈനിക ഗൂഢാലോചനക്കാർ 6 സൈനിക ജനറൽമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതോടെയാണ് കാര്യങ്ങളൊക്കെ തരികയായി മറിഞ്ഞത്. ഭരണം പിടിച്ചെടുക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചനയാണ് പിന്നിലെന്ന് സൈനിക നേതൃത്വം തറപ്പിച്ചു പറയുകയും ചെയ്തു. തുടർന്ന് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയിൽ നിന്ന് ശുദ്ധീകരിക്കുവാനുള്ള ദൗത്യം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സൈന്യത്തിൻ്റെ സ്ട്രാറ്റജിക് റിസർവിൻ്റെ കമാൻഡറായിട്ടുള്ള ജനറൽ സുഹാർത്തോ അധികാരത്തിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുകയായിരുന്നു. അതോടുകൂടി ജാവയിലും ബാലിയിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആരോപിക്കപ്പെട്ടവരെയുമൊക്കെ സൈന്യം കൊന്നൊടുക്കി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 80,000 മുതൽ 10 ലക്ഷത്തിലധികം വരും. സംഭവങ്ങളുടെയൊക്കെ സമയത്ത് ചില പാർട്ടി അംഗങ്ങൾ ഇന്തോനേഷ്യയ്ക്ക് പുറത്തായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ചൈനീസ് വിപ്ലവത്തിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഒരു വലിയ പ്രതിനിധി സംഘം അന്ന് ചൈനയിലേക്ക് പോയിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. മറ്റുള്ളവരൊക്കെ കിഴക്കൻ യൂറോപ്പിലൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് അൽബേനിയയിൽ പഠിക്കാനായി ഇന്തോനേഷ്യയിൽ നിന്ന് വിട്ടുപോയിരുന്നവർ. പാർട്ടി സംവിധാനം പ്രവാസത്തിൽ തുടർന്നും പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഇന്തോനേഷ്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നിന്ന് ഇത് ഒറ്റപ്പെടുന്നു എന്നതാണ്. ജാവയിൽ പാർട്ടി അംഗങ്ങൾക്ക് അഭയം കൊടുത്തതായി പറയപ്പെടുന്ന ചില ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളെന്ന് സംശയിക്കപ്പെടുന്നവർ അവരും ഇങ്ങനെ അധികാരികളാൽ തിരിച്ചറിയപ്പെടുകയും വളരെ കാലം നിരീക്ഷണത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1968 സുഹാർത്തോ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പാർട്ടിക്കെതിരായിട്ടുള്ള അടിച്ചമർത്തലിനെ തുടർന്ന് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്തോനേഷ്യ അംഗങ്ങൾ കിഴക്കൻ ജാവയിലെ ബ്ലിറ്ററിന് തെക്കുള്ള ഒറ്റപ്പെട്ട പ്രദേശത്ത് അഭയം തേടുകയും ചെയ്തു. ശക്തമായിട്ടുള്ള കാർഷിക പിന്തുണയുള്ള ഒരു അവികസിത പ്രദേശമായിരുന്നു ഈ ബ്ലിറ്റാർ. അത് ഏകീകരിക്കപ്പെട്ടതായി മനസ്സിലാക്കിയ സൈന്യം 1968 പകുതിയോടെ അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ തകർത്തു. തുടർന്നുള്ള വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളെന്ന് ആരോപിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ അടിസ്ഥാന അവകാശങ്ങൾ, അതായത് ഈ ന്യായമായിട്ടുള്ള വിചാരണയ്ക്കുള്ള അവകാശമാണ് പറയുന്നത്, അത് തൊഴിലിൽ തുല്യ അവസരത്തിനുള്ള അവകാശം, വിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഇവയൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. മുൻകാല കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളെ പല തൊഴിലുകൾ ഏർപ്പെടുന്നതിൽ നിന്നും, അതായത് അന്ന് ഈ സർക്കാർ ജോലികൾ ഉൾപ്പെടെയവരിൽ നിന്ന് വിലക്കേർപ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു. 69-നും 80-നും ഇടയിൽ ഏകദേശം 10,000 കമ്മ്യൂണിസ്റ്റുകൾ ബുറു ദ്വീപിൽ വിചാരണ കൂടാതെ തന്നെ തടവിലാക്കപ്പെടുകയും ചെയ്തു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമെന്ന പരിഗണനയിലായിരിക്കും പിണറായി ചിലപ്പോൾ ഇന്തോനേഷ്യ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അറേബ്യൻ വൽക്കരണത്തിന് വിധേയമാകാത്ത ഇസ്ലാമാണ് ഇന്തോനേഷ്യയിലത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കണം ഇവർ. ഹൈന്ദവ പുരാണങ്ങളിലെ ദേവവാഹനമായി അറിയപ്പെടുന്ന ഗരുഡയുടെ പേരാണ് 86% ഇസ്ലാം മത വിശ്വാസികൾ താമസിക്കുന്ന ഇന്തോനേഷ്യ. അവരുടെ ഔദ്യോഗിക എയർലൈൻസിന് നൽകിയിരിക്കുന്ന പേരും അതാണ്, ഗരുഡ. ഗരുഡനാണ് ഇന്തോനേഷ്യയുടെ ദേശീയ ചിഹ്നമെന്ന് പറയുന്നത്, അല്ലാതെ ഒട്ടകമല്ല. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഗരുഡൻ്റെ ശില്പവും ചിത്രവും ഒക്കെ കാണാൻ കഴിയും. പുത്രി, ചിത്ര, ദേവി, മഹാറാണി, മേഘ, പുഷ്പിത, സത്യവതി, അനിത, ഗീത, മാരിയ, ഷെർലി, ഇന്ദിര, സിന്ത അഥവാ സീത,
ഷിന്ദ, തൂലി, വാന്തി തുടങ്ങിയ എല്ലാ മുസ്ലിം സ്ത്രീകളുടെ പേരുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. രാജയും രാമയും കൃഷ്ണയും അർജുന, ഭീമ, പുത്ര, ദേവ, ഹരി, ബുധി, ധർമ്മ, ഇന്ദ്ര, ചന്ദ്ര, ഭക്തി, ഇങ്ങനെ പലതരത്തിലുള്ള പേരുകൾ. ഇവരൊക്കെ ഇത്തരത്തിലുള്ള മുതലായ പേരുകൾക്ക് മുസ്ലിം പുരുഷന്മാർക്ക് യഥേഷ്ടം വിടുന്ന പേരുകൾ. സുഖവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കമ്മ്യൂണിസം ഉപേക്ഷിച്ച് ഹിന്ദുത്വം സ്വീകരിക്കുമ്പോൾ എന്നുകൂടി അറിയാനുണ്ട് നമുക്ക്. ഇതൊക്കെ കമ്മ്യൂണിസത്തിനെ തകർത്ത് ഒരു രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു വേളയിൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന മഹോത്സവത്തിൽ പങ്കാളികളായിരിക്കുമ്പോൾ ആ ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ ഇടത് വേണമെന്ന് മുദ്രാവാക്യമുയർത്തിയ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി ഇതാ ഈ രാജ്യം കടന്ന് ഇന്തോനേഷ്യ എന്ന് പറയപ്പെടുന്ന സുഹാർത്തയുടെ രാജ്യത്തിലേക്ക് എത്തിക്കുന്നു. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടക്കുരുതി നടത്തിയ സുഹാർത്തയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്തോനേഷ്യ സുഖവാസത്തിന് ഈ പിണറായി വിജയൻ തിരഞ്ഞെടുത്തത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുഹാർത്തയെ മനസ്സിലാക്കിയതുകൊണ്ടാണോ, അതോ കമ്മ്യൂണിസത്തെ തകർത്തെറിഞ്ഞവരുടെ രാജ്യത്തേക്ക് ഒന്നുകൂടി ചെന്ന് നോക്കാമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകൾ അദ്ദേഹത്തെ മതിക്കുന്നത് കൊണ്ടാണോ ഇന്തോനേഷ്യയിലേക്ക് അദ്ദേഹം സുഖവാസത്തിന് പോയത്? തിരഞ്ഞെടുത്ത രാജ്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇന്തോനേഷ്യയും സിംഗപ്പൂരും ദുബായിലുമൊക്കെ സുഖവാസം നടത്താൻ തിരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒരു രാജ്യം വളരെ ദയനീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഇടത് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്ന ഒരു സമയത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗഭാക്കാക്കേണ്ട സമയത്ത് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ നടക്കുമ്പോൾ, വോട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഒന്നും പങ്കെടുക്കാതെ, ആ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊന്നും കൂട്ടുപിടിക്കാതെ അതിൽ നിന്ന് മാറി ഇന്തോനേഷ്യയിലേക്ക് കുടുംബസമേതം പോയി സുഖവാസത്തിന് പോകേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു ഈ സുഹാർത്തയുടെ രാജ്യം എന്നുള്ളത് ഒരിക്കലെങ്കിലും പറയണം കേട്ടോ. കാരണം ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടാവും. കാരണം അവിടെ തച്ചുടയ്ക്കപ്പെട്ട ഒരു സംവിധാനങ്ങളുണ്ടായിരുന്നല്ലോ. സുകാർണോ എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ മറന്നില്ല എങ്കിൽ ആ സുകാർണയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. സുകാർണയെ ചിന്തിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ചിലപ്പോൾ ഉണ്ടാകില്ല. ഇന്തോനേഷ്യയുടെ ചരിത്ര പുസ്തകങ്ങൾ ഇടം പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സഖാവിനെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർത്തു വയ്ക്കുക, സഖാവ് പിണറായി അവിടെ സുഹാർത്തയുടെ ഇന്തോനേഷ്യയിലേക്കല്ല താങ്കൾ പോയിരിക്കുന്നത്, സുകാർണോയുടെ ഇന്തോനേഷ്യയിലേക്കാണ്. പക്ഷേ ആ സുകാർണോയുടെ ഇന്തോനേഷ്യയിൽ തകർത്തെറിയപ്പെട്ടത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റുകളെ കൊന്നൊടുക്കിയ നാട്ടിലേക്ക് പോയ നിങ്ങളുടെ ചരിത്രം കൂടി നാളെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ തിരികെ നിങ്ങൾ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ദുബായിലുമൊക്കെ യാത്ര കഴിഞ്ഞ് സുഖവാസം കഴിഞ്ഞ് വീണ്ടും ഇന്ത്യയിലേക്കും കേരളത്തിലേക്കുമൊക്കെ മടങ്ങെത്തുമ്പോൾ കമ്മ്യൂണിസം മറന്ന് നിങ്ങൾ ഹിന്ദുത്വത്തെ സ്വീകരിക്കുമോ എന്നൊരു ചിന്ത കൂടി വരുന്നുണ്ട്. അതെന്തിനായിരിക്കും എന്നുകൂടി നിങ്ങൾ പറയുക.